വെൽക്കം ബാക്ക് ടു അനദർ എക്സാം സെഷൻ. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഇതിനു മുമ്പ് എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാം നടത്തുമെന്ന്. സോ ഇന്ന് ആ എക്സാം ഡേ ആണ്. സോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതിനു മുമ്പ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ അത് പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ശേഷം ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമ്മൾ എക്സാമായിട്ട് എഴുതുന്നുണ്ട്. സോ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ എക്സാം എഴുതാം. സോ നമുക്ക് ഒട്ടും താമസിക്കേണ്ടത് എന്താണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എക്സാമിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ച രാജ്യം ഏതാണ്? ഞാൻ ഓപ്ഷൻ പറയാം, നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്താൽ മതി. സോ ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ജപ്പാൻ. ദെൻ ആൻസർ എന്ന് പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ജർമ്മനിയാണ്. ഓപ്ഷൻ സി ജർമ്മനിയാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ആവശ്യമായ ഇന്ധനം അതിമർദ്ദത്തിൽ നിറയ്ക്കുന്നതിനുള്ള റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ തയ്യാറാക്കിയ കൊച്ചി ആസ്ഥാനമായുള്ള കമ്പനി ഏതാണ്? ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്തോ. ഓപ്ഷൻ ഞാൻ വായിക്കാം. കൊച്ചി ഷിപ്പ് യാർഡ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ഫാക്ട്, ആൻഡ് ഓപ്ഷൻ ഡി പെട്രോനെറ്റ് LNG ആണ്. അപ്പോൾ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തില്ലേ? അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലൂയിഡ് ആണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം അതിമർദ്ദത്തിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ തയ്യാറാക്കിയ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഫ്ലൂയിഡ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ വന്ദേ ഭാരത്, ഓപ്ഷൻ ബി നമോ ഭാരത്, ഓപ്ഷൻ സി നമോ ഗ്രീൻ റെയിൽ, ആൻഡ് ഓപ്ഷൻ ഡി ഹരിത് റെയിൽ. ഏതാണ്? നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തില്ലേ? ദെൻ അവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി നമോ ഗ്രീൻ റെയിൽ ആണ്. ഓപ്ഷൻ സി നമോ ഗ്രീൻ റെയിൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെ ട്രാക്കിൽ ഇറങ്ങുന്ന ട്രെയിൻ ഏതാണ്? അത് ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ എ നമോ ഗ്രീൻ റെയിൽ, ഓപ്ഷൻ ബി ഗതിമാൻ എക്സ്പ്രസ്, ഓപ്ഷൻ സി വന്ദേ മെട്രോ, ആൻഡ് ഓപ്ഷൻ ഡി തേജസ് എക്സ്പ്രസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള നമോ ഗ്രീൻ റെയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെ ട്രാക്കിലിറങ്ങുന്ന ട്രെയിനാണ് നമോ ഗ്രീൻ റെയിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5, നമോ ഗ്രീൻ റെയിൽ ട്രെയിനിൻ്റെ എൻജിൻ നിർമ്മിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്, ഓപ്ഷൻ ബി ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസി, ദെൻ ഓപ്ഷൻ സി റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, ദെൻ ഓപ്ഷൻ ഡി ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, നമോ ഗ്രീൻ റെയിൽ ട്രെയിനിൽ ആകെ എത്ര പാസഞ്ചർ ചെയർ കാറുകൾ ആണുള്ളത്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. എത്രയാണ്? ഓപ്ഷൻ ബി 8 ആണ്. ഓപ്ഷൻ ബി 8. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, നമോ ഗ്രീൻ റെയിൽ ട്രെയിനിലുള്ള ഡ്രൈവിംഗ് പവർ കാറുകളുടെ എണ്ണം എത്രയാണ്? പവർ കാറുകളുടെ എണ്ണം ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 3. എത്രയാണ്? ഓപ്ഷൻ എ 2 ആണ്. ഓപ്ഷൻ എ 2 ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതെന്ന്? ഓപ്ഷൻ എ 2026 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി 2026 ജൂലൈ 17, ഓപ്ഷൻ സി 2026 ജനുവരി 26, ആൻഡ് ഓപ്ഷൻ ഡി 2026 ജൂൺ 1. ഏതാണ്? ഓപ്ഷൻ ബി 2026 ജൂലൈ 17. 2026 ജൂലൈ 17 ഏത് സംസ്ഥാനത്താണ്? അത് ഹരിയാനയാണ്. ഹരിയാനയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2026 ജൂലൈ 17 ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, വടക്കൻ റെയിൽവേയുടെ ജിന്ദ് സോണിപത്ത് ഹൈഡ്രജൻ ട്രെയിൻ പാതയുടെ ആകെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 89, ഓപ്ഷൻ സി 95, ആൻഡ് ഓപ്ഷൻ ഡി 100 കിലോമീറ്റർ. ഏതാണ്?
ഓപ്ഷൻ ബി 89 കിലോമീറ്റർ. ഓപ്ഷൻ ബി 89 കിലോമീറ്റർ. ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആദ്യത്തെ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്? എവിടെ? ഓപ്ഷൻ എ ജിന്ദ്, ഓപ്ഷൻ ബി സോണിപത്ത്, ഓപ്ഷൻ സി അംബാല, ഓപ്ഷൻ ഡി കുരുക്ഷേത്ര. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ജിന്ദാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രെയിനിൻ്റെ റൂട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ജിന്ദ് ടു സോണിപത്താണ്. ജിന്ദ് ടു സോണിപത്ത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ സാങ്കേതിക വിദ്യ കൈവരിച്ച രാജ്യങ്ങൾ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ ആൻഡ് ഓപ്ഷൻ ഡി അമേരിക്ക. ഏതാണ്? ഓപ്ഷൻ കൈവരിക്കാത്തത് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഇന്ത്യക്ക് മുമ്പ് കൈവരിച്ച രാജ്യങ്ങൾ ഏതാണ്? ഒന്ന് ഫസ്റ്റ് ജർമ്മനിയാണ്, ദെൻ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക, ദെൻ ഇന്ത്യ. നാലാമതാണ് എന്താണ്? ജർമ്മനി, ജപ്പാൻ, അമേരിക്ക, ചൈന. അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ആദ്യം ജർമ്മനിയാണ് കണ്ടുപിടിക്കുന്നത്. ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക, ദെൻ ഇന്ത്യയാണ്. അപ്പോൾ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യ കൈവരിച്ച രാജ്യങ്ങൾ ഉൾപ്പെടാത്തതാണ്? ഓസ്ട്രേലിയയാണ്. ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് 5ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ജർമ്മനി, ജപ്പാൻ, അമേരിക്ക, ചൈന, ദെൻ ഇന്ത്യ. ദെൻ അടുത്തതായിട്ട് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും, ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതി ഏത് ഓർഗനൈസേഷൻ്റെ രൂപകൽപ്പനയ്ക്കും സാങ്കേതിക മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി ആണ് വികസിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ISRO, ഓപ്ഷൻ ബി DRDO ആൻഡ് ഓപ്ഷൻ ഡി RDSO ആൻഡ് ഓപ്ഷൻ ഡി CSIR. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഏതാണ്? ഓപ്ഷൻ സി എന്താണ്? RDSO, റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യൻ റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി ചെന്നൈ ആൻഡ് ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ലക്നൗ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായിട്ടുള്ള റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ RDSOയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ലക്നൗയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. RDSO ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ഓപ്ഷൻ എ പ്രതിരോധ മന്ത്രാലയം, ഓപ്ഷൻ ബി റെയിൽവേ മന്ത്രാലയം, ഓപ്ഷൻ സി ഉപരിതല ഗതാഗത മന്ത്രാലയം, ഓപ്ഷൻ ഡി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഏതാണ്? എല്ലാവർക്കും ഇണ്ടിക്കാണ്. ഏതാണ്? ഓപ്ഷൻ ബി റെയിൽവേ മന്ത്രാലയമാണ്. റെയിൽവേ മന്ത്രാലയം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. 2026 ഫെബ്രുവരി 17 റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ RDSOയുടെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത്? ഓപ്ഷൻ എ ശ്രീ പ്രഭാസ് ധൻസന, ഓപ്ഷൻ ബി ശ്രീ അനിൽകുമാർ ലഹോട്ടി ആൻഡ് ഓപ്ഷൻ സി വിജയ് കുമാർ ത്രിപാഠി ആൻഡ് ഓപ്ഷൻ ഡി ശ്രീ ജയവർമ്മ സിൻഹ. ആരാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള ശ്രീ പ്രഭാസ് ധൻസനയാണ്. ശ്രീ പ്രഭാസ് ധൻസനയാണ് RDSOയുടെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. നിലവിലെ കേന്ദ്ര റെയിൽവേ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ മന്ത്രാലയങ്ങൾ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി അശ്വിനി വൈഷ്ണവ്, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ ആൻഡ് ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരിയാണ്. ആരാണ്? ശരിയായ ഉത്തരം ഏതാണ്? അത് നമ്മുടെ അശ്വിനി വൈഷ്ണവാണ്. ഓപ്ഷൻ ബി അശ്വിനി വൈഷ്ണവാണ്. നിലവിലെ കേന്ദ്ര റെയിൽവേ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ മന്ത്രാലയങ്ങൾ ചുമതല വഹിക്കുന്നതാരാണ്? അശ്വിനി വൈഷ്ണവാണ്. നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രാലയങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുന്ന അശ്വിനി വൈഷ്ണവ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭ MP ആണ്? ഏതാണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ഒഡീഷയാണ്. ഓപ്ഷൻ എ ഒഡീഷ. ഓപ്ഷൻ എ ഒഡീഷ. അപ്പോൾ ഒരു 17 ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് ഇട്ടിട്ടുള്ളത്. ഞാനൊരു കട്ട് ഓഫ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ കണ്ടിട്ട് വീണ്ടും എക്സാം എഴുതിക്കോ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഗൈസ്.